ഹായ്. അങ്ങനെ കഴിഞ്ഞ ഒരു മാസത്തെ 2 കല്യാണത്തിന്റെ തിരക്കും കല്യാണം നടത്തിപ്പും എല്ലാം ആയിട്ട് തിരക്കായിരുന്നു. അങ്ങനെ പിള്ളേരെ കൊണ്ടൊന്നും പുറത്തു പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പോക്കാണിത്. ഞങ്ങളുടെ മുംബൈ കല്യാണിലെ മഹാ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം അകത്തെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയുണ്ടെന്ന്. കല്യാണിലെ എല്ലാ വർഷവും ഡിസംബർ ജനുവരി സമയത്തായിരിക്കും ഈ ഉത്സവം വരുന്നത്. ഏകദേശം ഒരു 10 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഇവിടുത്തെ ഒരു ഭഗവാന്റെ പേരിലുള്ള വലിയ ഉത്സവമാണ്. അപ്പോൾ ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കയറുമ്പോൾ തന്നെ വലിയൊരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിന്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക് വലിയൊരു സ്റ്റാളാണ്. അതായത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാവുന്ന എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. ഫുഡ് തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. കൂടാതെ 10 രൂപ മുതലാണ് സാധനങ്ങളുടെ വില തുടങ്ങുന്നത്. 10 രൂപ മുതൽ മുകളിലോട്ട് പല പല സാധനങ്ങളുടെ റേറ്റ് നമുക്ക് നോർമലി ഒരിടത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും അത്യാവശ്യം വില കുറച്ച് കിട്ടും. അപ്പോൾ കയറുന്നിടത്ത് തന്നെ കുട്ടികളെയും ലേഡീസിനെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഫാൻസി ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കയറുന്നിടത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല ജനത്തിരക്കാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഓരോ ഐറ്റത്തിനും ഓരോ പ്രത്യേകം ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഫുഡ് ഐറ്റം ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ മൊത്തം ഫുഡിൻ്റെ ഐറ്റംസ് ആയിരിക്കും. ഫുഡിൻ്റെ കാര്യം പറയാൻ നിൽക്കുകയാണെങ്കിൽ സ്വീറ്റ്സ് തൊട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരം ഐറ്റംസ്, അതുപോലെ ഇതൊക്കെയെന്ന് വെച്ചാൽ നെറ്റ്സ്, അങ്ങനെയുള്ള സ്വീറ്റ്സ്, മുട്ടായികളൊക്കെയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത പച്ച, മഞ്ഞ, നീല, കറുപ്പ്, അങ്ങനെ പല കളറിലും ഉണ്ട്. അതായത് കരിച്ചതും പൊരിച്ചതും തൊട്ട് വെജ്, നോൺ വെജ്, ഐസ്ക്രീം, കുൾഫി, പിന്നെ ഈ അത്തപ്പൂക്കളം ഇട്ടതുപോലെ ഇരിക്കുന്നതാണ് പാൻ മസാല. പല ഏരിയയിൽ നിന്ന് വരുന്ന വെറൈറ്റി സാധനങ്ങളാണ്. നമ്മൾ ആ ഫുഡിൻ്റെ ഐറ്റംസും സ്റ്റാളും ഒക്കെ കഴിഞ്ഞ ഗ്രൗണ്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത് പാർക്കാണ്. പല പല റൈഡുകൾ, കൊച്ചു പിള്ളേർക്ക് തൊട്ട് വലിയ മുതിർന്നവർക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാത്തരം റൈഡുകളും ഉണ്ട്. നമ്മളെ നാട്ടിലെ ഒരു ഉത്സവം കാണുമ്പോൾ എങ്ങനെയാണ് അതുപോലെ എല്ലാം ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഒഴിച്ച് നാട്ടിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ആനയും ചെണ്ടമേളവും ശിങ്കാരി മേളവും അങ്ങനെ ഒരു വൈബ് നമുക്കിവിടെ കിട്ടത്തില്ല. ബാക്കി എല്ലാത്തരം ഉത്സവങ്ങളിൽ കാണുന്ന പോലത്തെ എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. കുട്ടികളെ കൊണ്ട് വന്ന നമുക്ക് ഒരു ദിവസം ഫുള്ള് കറങ്ങി കാണാനുള്ള ഐറ്റം ഇതിനകത്തുണ്ട്. പിന്നെ റേറ്റുകളും നമ്മൾ നോർമലി പുറത്തൊക്കെ പോയി ഇതുപോലെ റൈഡുകളിൽ കയറണമെങ്കിലുള്ള റേറ്റുകൾ അപേക്ഷിച്ച് വളരെ കുറവാണ്. 30 രൂപ, 40 രൂപ, 50 രൂപ അങ്ങനെയാണ്. അതായത് സാധനത്തിൻ്റെ വലുപ്പവും അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയും ആ ടൈമും അനുസരിച്ചാണ് റേറ്റ്. എന്നാലും ഒരു 30, 40, ആവറേജ് 50, 60 ആ റേറ്റൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ വേറെയൊക്കെ ആണെങ്കിൽ 100, 120, 150ൻ്റെ ടിക്കറ്റിൽ കുറവൊന്നും കാണൂല നമ്മൾ പുറത്തൊക്കെ ഇതുപോലെ റൈഡിലൊക്കെ കയറുകയാണെങ്കിൽ. ഇപ്പോൾ ആ കാണുന്ന അന്നലൂഞ്ഞാൽ നമ്മൾ വലിയവർക്ക് കയറാനുള്ളതായാലും 70 രൂപ, 80 രൂപ ആ റേഞ്ചൊക്കെയാണ്. എന്തായാലും കുട്ടികൾ ഓടിയിടന്ന് എല്ലാ റൈഡിലും കയറി. പിന്നെ ഞങ്ങളായിട്ട് വെറുതെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളും ജെയിൻറ്റ് വീലിലോട്ട് അങ്ങ് കയറി. ഓരോ കറക്കത്തിലും മുകളിലോട്ട് ചെല്ലുമ്പം നമ്മളെ താഴ്ഭാഗത്തും മുംബൈ കല്യാണിലെ എല്ലാ ഭാഗങ്ങളും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മാനമുട്ടെ വളർന്നു നിൽക്കുന്ന കല്യാണിലെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടുകൊണ്ട് കല്യാണിലെ തന്നെ വർഷത്തിൽ വരുന്ന ഏറ്റവും വലിയ മഹാ ഉത്സവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും മുംബൈയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ലൈക്കുകളായും കമൻറ്റുകളായും പറയാൻ മറക്കരുത്. താങ്ക് യു.